നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഗാന്ധിജിയെ അറിയാൻ വായനശാലകൾ എന്ന പേരിൽ ക്യാമ്പയിനുകൾ നടത്താൻ തീരുമാനിച്ചതായി വി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ക്യാമ്പയിൻ നടത്തുക. പീപ്പിൾസ് മിഷൻ ചുരുങ്ങിയത് 25 വായനശാലകളും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ 2-നും നവംബർ 1-നും ഇടയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറികൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ പുസ്തകങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ 10,000 രൂപയുടെ മുഖവിലയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന മേഖലകളിലാണെങ്കിൽ ആദിവാസി ജനവിഭാഗം കൂടുതലായിട്ടുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ സാന്ദ്രതയുള്ള സാമൂഹ്യമായും സാംസ്കാരികമായും പിന്നണിയിൽ കിടക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് മറ്റ് പിന്തുണകൾ കൂടി നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം ഈ ലൈബ്രറികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവയ്ക്ക് ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ്, മറ്റ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അത് ഷെൽഫും കസേരയും ഒക്കെ ആയിട്ടുള്ള സാധന സാമഗ്രികൾ കൂടി കൊടുക്കുന്നതിന് ആലോചിക്കുകയാണ്. അത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പരമാവധി ലൈബ്രറികൾ സ്ഥാപിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ വായനശാലകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി പുതുതായി വായനശാലകൾ തുടങ്ങുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ക്യാമ്പയിൻ നടത്തുക. പീപ്പിൾസ് മിഷൻ ചുരുങ്ങിയത് 25 വായനശാലയെങ്കിലും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിൻ കാലയളവിൽ സ്ഥാപിക്കുന്ന വായനശാലകൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ പുസ്തകത്തിന്റെ കുറവുണ്ടെങ്കിൽ 10,000 രൂപ വരെ മുഖവിലയുള്ള പുസ്തകങ്ങൾ നൽകും. കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവരും പങ്കെടുത്തു. നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. മത്സരബുദ്ധിയോടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് നിർവ്യാജം പറയുകയാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്തു സംഭവത്തിലും നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു.